കൂട്ടത്തല്ല് സ്റ്റുഡൻസ് യൂണിയൻ KSU നടത്തിയ കൂട്ടത്തല്ല് പരിശീലനത്തിനിടെ കേശു കുഞ്ഞുങ്ങൾ അക്രമാസക്തരായി. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറന്നെത്താൻ താമസിച്ചതുകൊണ്ടാണ് തമ്മിൽ തല്ലുണ്ടായതെന്നാണ് നേതാക്കൾ പറയുന്നതെങ്കിലും സംഭവം അതൊന്നുമല്ല. മദ്യപിച്ചെത്തിയ ചില കേശു കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടായിരുന്ന വനിതാ പ്രവർത്തകയെ കയറി പിടിച്ചതു മുതലാണ് വാക്കുതർക്കങ്ങളും കയ്യാങ്കളിയിലേക്കും എത്തിയത്. കൂട്ടത്തല്ല് പരിശീലനം മാത്രം പോരാ, വനിതകളെ എങ്ങനെ കയറി പിടിക്കാം, പോലീസ് പിടിക്കാതെ എങ്ങനെ MDMA കടത്താം, കഞ്ചാവ് കടത്താം, അതുപോലെ പോലീസ് പിടിക്കാതെ എങ്ങനെ ഒളിക്യാമറ വെച്ച് സ്ത്രീകളുടെ നഗ്നത പിടിക്കാം എന്നുള്ളതിനെക്കുറിച്ചും പരിശീലനം നടത്തണമെന്ന് പല കേശക്കുഞ്ഞുങ്ങളും അഭ്യർത്ഥിച്ചതും ആവശ്യപ്പെട്ടതും പ്രകാരമാണ് പല വിഭാഗങ്ങളായി കൂട്ടത്തല്ലിൽ എത്തിയതെന്നാണ് പുറത്തുവരുന്ന സത്യസന്ധമായ വാർത്തകൾ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൂട്ടത്തല്ല് പരിശീലനം നടത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ സേവ്യർ അലോഷ്യസ് പറഞ്ഞത്, വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സ്വയം നേതാക്കളാകുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടത്തല്ലിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് KSU ഈ പറയുന്ന കൂട്ടത്തല്ല് പരിശീലനം നടത്തുന്നതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. എന്തു തന്നെയായാലും നിരവധി കേശുകുഞ്ഞുങ്ങളുടെ ശരീരത്തു നിന്നും താഴെ വീണ ചോരത്തുള്ളികൾ നീന്തിക്കിടന്ന് മറ്റു പല കേശുകുഞ്ഞുങ്ങളും ഓടി രക്ഷപ്പെട്ടതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ കേശുകുഞ്ഞുങ്ങൾക്ക് രക്തം നൽകാനും പൊതിച്ചോറ് നൽകാനും നിൽക്കാതെ കൂടെ ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിൽ അഡ്മിറ്റായ കേശുകുഞ്ഞുങ്ങൾക്കുള്ള പൊതിച്ചോറുമായി എത്തെത്തിയ രാഹുൽ മാങ്കോട്ടത്തിനെതിരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ കേശുകുഞ്ഞുങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. അനാശാസ്യം നടക്കുന്ന വീടുകളിൽ നിന്നും കൊണ്ടുവരുന്ന പൊതിച്ചോർ ഞങ്ങൾക്ക് വേണ്ട എന്നും പറഞ്ഞായിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന കേശുകുഞ്ഞുങ്ങൾ പ്രതിഷേധിച്ചത്. ഇതിനിടയിൽ അവിടെയുണ്ടായിരുന്ന ഏതോ ഒരു SFI സഖാവ്, നിങ്ങൾ വിഷമിക്കേണ്ട, DYFI ചേട്ടന്മാരോട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, അവർ നിങ്ങൾക്ക് ആവശ്യമായ രക്തവും പൊതിച്ചോറും എത്തിക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് നിരവധി കേശുകുഞ്ഞുങ്ങൾ സമാധാനമായി അവരുടെ ബെഡുകളിലേക്ക് തിരികെ പോയി കിടന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തു തന്നെ ആയാലും കൂട്ടത്തല്ല് പരിശീലന ക്യാമ്പിൽ നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത് നടക്കുന്ന ഈ പരിശീലന ക്യാമ്പിൽ കൂട്ടത്തല്ലും ഒളിക്യാമറ എങ്ങനെ വെക്കാമെന്നും MDMAയും കഞ്ചാവും എങ്ങനെ കടത്താമെന്നും മദ്യം ആവശ്യമുള്ളത് എത്തിക്കാമെന്നും നേതാക്കന്മാർ തീരുമാനമെടുത്തതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. സുധാകരനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇരന്നു വാങ്ങിയ കൂട്ടത്തല്ലെന്നായിരുന്നു അദ്ദേഹം മറുപടി പറഞ്ഞത്. സതീശനോട് കാര്യം ചോദിച്ചപ്പോൾ താരകൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല എന്നും VD സതീശൻ പറഞ്ഞു. എന്തായാലും ഇനി നടക്കുന്ന കൂട്ടത്തല്ല് പരിശീലന ക്യാമ്പുകളിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറന്നെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല, ഈ കൂട്ടത്തല്ല് കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ എന്ന് KSU നേതാക്കന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, കേശുകുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ നിന്നും ഒലിച്ച് താഴെ വീണ രക്തം ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്നും ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള അടുത്ത സമരത്തിന്റെ ഭാഗമായി മഷിക്കുപ്പി ഒഴിവാക്കിയിട്ട് ഈ രക്തം ഞങ്ങളുടെ ദേഹത്ത് തേക്കുമെന്നും അവർ അറിയിക്കുകയുണ്ടായി. എന്തായാലും കൂട്ടത്തല്ല് തമ്മിൽ തല്ലി കലാശിച്ച ആ നല്ല നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് എല്ലാവർക്കും നല്ല നമസ്കാരം.